ഹലോ ഫുഡീസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രൗൺ റൈസ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് ബൗളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ബ്രൗൺ റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 2-3 വട്ടം ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് അരമണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ബിരിയാണിയും അതുപോലെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന അരിയിനേക്കാളും കുറച്ചൊരു കളർ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണ്. അപ്പോൾ ഞാനിവിടെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് വെച്ചിട്ടുണ്ട് അരിയുടെ. ഇനി ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം ഏലക്ക, ഗ്രാമ്പു, പട്ട, ഷാജീരകം ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അല്പം സവാള അരിഞ്ഞത് കൂടി ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഏകദേശം 1/2 കപ്പോളം ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ റൈസ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ റൈസിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 വിസിലാണ് അടുപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് ബൗളിൻ്റെ റെസിപ്പിയാണിത്. അപ്പം നല്ല ഹെൽത്തിയാണ്, ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെജിൻ്റെയോ നോൺ വെജിൻ്റെയോ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വരുന്നത് വരെ ബായ്.